ഹായ് ഗായ്സ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് വ്ളോഗ് എടുക്കാൻ വരുന്നത്. കുറച്ച് നെർവസ് ആണ്. എവിടെ തുള്ളിച്ചാടി പോണ്? എവിടെ പോണ്? നമ്മളിന്നൊരു ട്രിപ്പ് പോകാൻ പോണ്. അപ്പൊ ഞാൻ ഒരു ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞപ്പോ ജോഷു എന്നോട് പറഞ്ഞ് ട്രാവൽ ഒന്ന് വ്ളോഗ് എടുക്കണം. മാഞ്ചസ്റ്റർ സിറ്റിയുടെ മാച്ച് നടക്കുന്നുണ്ട് നാളെ. അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് ക്ലബ് എന്നെ ഇൻവൈറ്റ് ചെയ്തു. ചെറിയ പീസ് അറിയാതെ കയ്യിൽ പിന്നെ ആർക്ക് വേണം വലിഞ്ഞേറി വന്നേക്കുന്ന നിന്നെ ഞാൻ തുപ്പും, ഞാൻ തൂറി എറിയും നിന്നെ. സർപ്രൈസ് പോലും എന്റെ ചോദിക്കാതെ എന്റെ ഡേറ്റ് ഒന്നും എനിക്ക് സമയമില്ല ഗൈസ്. നിനക്ക് പാർട്ടി കിടന്നതിനിപ്പോ എന്താ? ഇല്ല അത് ഞാൻ കണ്ടറിയട്ടെ. പാർട്ടി എങ്ങനെയാണെന്ന് നോക്കട്ടെ. ശരി, പാർട്ടിക്ക് വന്ന ഇൻട്രസ്റ്റ് ഇല്ലേ? ഉണ്ട് ഇല്ല, വേറൊരു സർപ്രൈസ് ഉണ്ട്, പറയട്ടെ. നോക്ക് മഞ്ഞുമേൽ ബോയ്സിന് പോയാലോ? മനിതർ ഉണർന്നു കൊള്ള, ഇത് മനിതർ കാതൽ അല്ല. ഇപ്പോൾ 1 മണിക്കുള്ള ഷോ അമീറാണി സിനിമാസ് മഞ്ഞുമേൽ ബോയ്സ് പുനിതമാണ്. എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഈ വ്ളോഗ് ആയതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, കൈയൊക്കെ വറയ്ക്കുന്നുണ്ട്. ഇത് റാഷിദ്. നമ്മളിന്ന് പോകുന്നത് തുർക്കിഷ് എയർലൈനിലാണ്. തുർക്കിഷ് എയർലൈൻ എന്ന് പറഞ്ഞാൽ തുർക്കിയുടെ ഒരു എയർലൈൻ. ഇത് നമ്മുടെ ലക്ക് അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് കിട്ടുമോ? എനിക്ക് കിട്ടുമോ? തീർച്ചയായിട്ടും 2 ആക്കും കിട്ടും. മണ്ടയിൽ കൊള്ളാം. Happy birthday to you. Happy birthday to you. ബിസിനസ് ക്ലാസ് ആയതുകൊണ്ട് പ്രൈവറ്റ് ലോഞ്ച് വന്നു. അത് നിനക്ക് ഒരു ചേട്ടൻ വന്നിട്ട് ചട്ടം പീസ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് ഞാൻ കഴിക്കുന്നു, ഇത് റാഷിദ് കഴിക്കുന്നു. അപ്പുറത്തിരുന്ന് ആരോ എന്തൊക്കെ കഴിക്കുന്നു. പോയി കിടന്ന് കുറച്ച് സമയം കിടന്ന് ഉറങ്ങണം. നമ്മുടെ 4A ആണ് ഗൈസ്. ഇതാണ് ബിസിനസ് ക്ലാസ്. ഇങ്ങനെ കിടന്നുറങ്ങാം. ഇങ്ങനെ കിടന്നുറങ്ങാം. സൂപ്പറായിരിക്കും. എന്ത് രസമുണ്ട് കേട്ടോ. റോ 11 സീറ്റ് 21 മുതൽ 22 വരെ നമ്മൾ 2 പേരും പാർട്ടിക്ക് പാമ്പറ. അതൊക്കെ ചുമ്മാ, അതൊക്കെ ഒരു നമ്പർ. പാർട്ടി എന്ന് പറഞ്ഞോണ്ട് നീ വരുമായിരുന്നു. അങ്ങനെ പാർട്ടി ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. പാർട്ടിക്ക് ഇറങ്ങാൻ തിരിച്ചൊരു പാർട്ടിക്ക് പാർട്ടിക്കുള്ള മൂഡിലായി. അപ്പൊ നീ പാർട്ടി വെക്കും. ഞാൻ മഞ്ഞുമേൽ ബോയ്സിന് പോയിട്ട് മഞ്ഞുമേൽ ബോയ്സ് ഓർ പാർട്ടി ഇപ്പൊ തീരുമാനിക്കും. മഞ്ഞുമൽ ബോയ്സ്. നമ്മൾ മലയാളികൾക്ക് മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞിട്ടുള്ള ഏത് പാർട്ടി? ചെറുതായിട്ടൊരു ഇതുണ്ടായിരുന്നു. എന്തോന്ന് മണ്ടയിൽ കൊട്ടുകൊള്ളു. നിനക്ക് ഒന്നും ഒരു പിടിയില്ലായിരുന്നു മഞ്ഞുമൽ ബോയ്സ് ഒന്നുള്ള കാര്യം. അശ്വിന് പാർട്ടി പറഞ്ഞാൽ എത്ര ചോദിച്ചു അറിയാമോ? എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല പറഞ്ഞില്ല. അതാണ് സാധാരണ പാർട്ടിക്ക് എന്ന് പറയുമ്പോ ജിത്തോച്ചായ വിടുന്നതാണ്. അധികം നിർബന്ധിക്കാറില്ല. കാരണം അച്ഛന്റെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇന്ന് എന്നെ ഭയങ്കരമായിട്ട് വിളിക്കുന്നു, വാ വാ വാ. ഞാൻ പറഞ്ഞ അവസാനം എന്നെ ഒറ്റക്കിട്ടിട്ട് പോകരുത്. ഒറ്റക്കിട്ട് മീൻസ് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വേല ചാച്ചിമാരെ കൂടെ എന്നെ ഡാൻസ് കളിക്കാൻ നിർത്തി പോകാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. ഇല്ലല്ല വാ വാ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് നിർബന്ധിച്ച്. എന്തിനാണ് ഇങ്ങനെ നിർബന്ധിക്കുന്നത്? എന്തുകൊണ്ടാണ് അഭിരാമിയെ മഞ്ഞുമൽ ബോയ്സ് ഓണാണോ? പോയാലോ? മഞ്ഞുമൽ ബോയ്സ് പോയാലോ? ഒക്കെ പോ. തിയേറ്ററിലെ തന്നെ. പിന്നെ ഇവിടെ ഷോപ്പൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ അടുത്ത് തന്നെ. പാർട്ടിക്ക് പോണേ പാർട്ടിക്ക് പോകും. പാർട്ടി പാസ് ഉണ്ടോ? പാർട്ടി പാസ് ടിക്കറ്റ് എടുക്കണം. ഞാൻ ടിക്കറ്റ് അകത്ത് കയറിട്ടാണ് തിരിച്ചിറങ്ങിയത്. അത്ര പോരാ അകത്ത് നല്ല പരിപാടിയാണെന്ന് എനിക്ക്. അപ്പൊ നീ പാർട്ടിക്ക് പോകും, ഞാൻ സിനിമയ്ക്ക് പോകും. അപ്പൊ ഞാൻ സിനിമയ്ക്ക് ഒറ്റയ്ക്കാണ് പോകാൻ പോകുന്നത്. ഞാൻ എന്റെ ഫ്രണ്ട്സിനെ ആരും വിളിച്ചോണ്ട് പോകാനുള്ള പ്ലാനാണ്. വാർദ്ധക്യം 64. നിങ്ങൾ പറയും എത്ര? 64. SLC ബുക്ക് എടുക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ 82 തന്നെ. 63. ആദ്യത്തെ SLC ബുക്ക് നോക്കുകയാണെങ്കിൽ 82. രാവിലെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചു 70 വയസ്സ്. നല്ല പ്രായത്തിൽ കെട്ടിയെങ്കിൽ ഒരു പേരക്കുട്ടി ഉണ്ടാകുമായിരുന്നു. ഞങ്ങളെല്ലാം 31ല്ല, ബാക്കിയുള്ളവരെല്ലാം 21ല്ല. അതുകൊണ്ടാണ് 24. என்ன ஒரு ஆனந்தம் அந்த கரடி முஞ்சனுக்கு. ഞാൻ 32ലാണ് കല്യാണം കഴിച്ചത്. 35 പെണ്ണ് കിട്ടാതെ അയ്യോ. സ്റ്റീൽ കൂടം ഷാളറ്റിനെ കിട്ടി. മാറി
മാഞ്ചസ്റ്ററിൽ വന്ന് റെഡിയായി അടുത്ത കളിയാടാൻ പോകുന്നത് കുറെ നാളത്തെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു എന്റെ നല്ല എല്ലാവരുടെയും ഇങ്ങനെ അവിടെ എത്തിഹാദ് സ്റ്റേഡിയത്തിൽ പോയിട്ട് മാൻ സിറ്റിയുടെ മാച്ച് കാണണം എന്ന് പറഞ്ഞാൽ ഡ്രീം കംസ് ട്രൂ എന്നുള്ളതാണ്. സ്പെഷ്യലി ക്ലബ് ഇൻവൈറ്റ് ചെയ്തതുകൊണ്ട് സ്പെഷ്യൽ പരിഗണന കിട്ടും. നമ്മൾ നോർമലി കളിയാണാൻ പോകുമ്പോൾ ജേഴ്സി അതൊക്കെ ഇട്ടിട്ടല്ലേ പോകുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാ ക്യാഷ് ഇട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള സ്ഥലത്തല്ല പോകുന്നത് കളി കാണാൻ വേണ്ടിട്ട്. ക്ലബ്ബ് നമുക്ക് ചെയർമാൻസ് ക്ലബ്ബാണ് തന്നേക്കുന്നത്. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ ജേഴ്സി ഇട്ടിട്ട് പോകാൻ പാടില്ല. അവർക്ക് കുറച്ച് നിബന്ധനകളുണ്ട്. കുറച്ച് നാളുകൾക്ക് മുന്നേ മേ ബി ഒരു ജാനുവരി എൻഡിൽ ഞാനൊരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി ടീമിന്റെ ഫുൾ പ്ലേയേഴ്സുമായിട്ടുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഫിൽറ്റർ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോ കുറെ പേര് കമന്റ് ചെയ്ത് ഇത് എഡിറ്റഡ് വെർഷനാണ്. മക്കളെ നിങ്ങൾ കൊള്ളാണ് കേട്ടോ. ഇത് ആക്ച്വലി ഇത് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ എന്നാലും കുറച്ച് പേര് കുത്തിത്തിരിപ്പിനകത്ത് ഉണ്ടായിരുന്നു. ഞാൻ അത് മൊത്തം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് പോകാനുള്ള റീസൺ ജോഷു എന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ പോകുന്നത് വ്യൂവേഴ്സിനെ ഒന്ന് കാണിച്ചു കൊടുക്കണം. എന്റെ ഉള്ളിലെ എല്ലാ ധൈര്യവും സംവരിച്ചാണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത്. പക്ഷേ ഐ എം നോട്ട് ഷുവർ ഇത് ഓക്കെ ആണോ അല്ലയോ എന്ന്. മിക്കതും ജോഷോ കട്ട് ചെയ്യും ഇതിനകത്ത്. അതിനകത്ത് പോകുമ്പോൾ ഉള്ള എല്ലാ ഓപ്ഷൻസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നൗ വി ആർ ഗോയിങ് ടു വാച്ച് ചാമ്പ്യൻസ് ലീഗ്. ചാമ്പ്യൻസ് ലീഗിലെ മാഞ്ചസ്റ്റർ സിറ്റിയും കോപ്പൻഹാഗനുമായിട്ടുള്ള ഒരു ഈവനിങ് മാച്ചാണ് നമ്മൾ ഇന്ന് കാണുന്നത്. സർപ്രൈസ് ആയിട്ട് ടിക്കറ്റ് എടുത്ത് നീ മഞ്ഞുവൽ ബോയ്സ് അന്ന് പറഞ്ഞിട്ട് ഓർമ്മ. ഞാൻ അന്നിട്ട് ഇന്നായിരുന്നു മഞ്ഞുമൽ ബോയ്സിന് എന്തായാലും പോണം. അനന്ത് നമുക്ക് ടിക്കറ്റ് എടുത്തരാന്നൊക്കെ അനന്ത് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഈ വഴിക്ക് കണ്ടില്ലല്ലോ. ഇന്ന് ഈ പാർട്ടി ഇല്ലായിരുന്നെങ്കിൽ ജിത്തോ ചാന്റെ അടുത്ത് എന്ത് കള്ളം പറഞ്ഞത് ഈ സർപ്രൈസിന് കൊണ്ടുവരുമായിരുന്നു. ഞാൻ ഒരു സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. നിന്നെ ഈ പാർട്ടിക്കാണ് കൊണ്ടുവരുന്നതെന്ന് ഞാൻ പറഞ്ഞത് നിന്നോട്. ആലോചിച്ച് ഉത്തരം പറ. നിന്നോട് എപ്പോഴെങ്കിലും നമ്മൾ ഇന്ന് പാർട്ടിക്ക് പോകുന്നു എന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ? ജിത്തോ ചാന്റെ സ്റ്റോറിയിൽ ഞാൻ കണ്ടപ്പോ ഞാൻ എന്നെ രാത്രി വിളിച്ചിട്ട് പറയണ് നീ നാളെ ഒരു 12 മണിയൊക്കെ ആവുമ്പോ റെഡി ആയി തലവനെ പോകാൻ സർപ്രൈസ് ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഓ ശരി ആച്ചാ എനിക്ക് ആദ്യമായി ഞാൻ പറഞ്ഞൊന്നില്ലെന്ന് പറയാ കുറച്ച് ഷോക്ക് ഇട്ട് എന്നിട്ട് കുറെ കഴിഞ്ഞപ്പോ അച്ഛന്റെ സ്റ്റോറി ഞാൻ കണ്ടു. അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഈ പാർട്ടിക്ക് കൊണ്ടുപോകാനാ എന്നെ വിളിച്ചു. ഞാൻ പാർട്ടിക്ക് ഞാൻ പറഞ്ഞില്ല അച്ഛാ, ഒന്നാമത് എനിക്ക് വയ്യ ഗൈസ്, എനിക്ക് തൊണ്ട എന്റെ സൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ല വാ 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 അവര് വരാം. എന്നിട്ട് ഇന്ന് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു അച്ഛാ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ എന്നെ ഒഴിവാക്കുക, ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല എനിക്ക് സങ്കടമൊന്നും ഇല്ല. മഞ്ഞുമേൽ ബോയ്സ് ഒഴിവായേനെ. അപ്പൊ നീ ഒഴിവാ. ഞാൻ അവിടെ പ്രാവിയാണ് വന്ന് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് പ്രാവി വന്നിട്ട് ഇപ്പൊ ജിത്തു ചേച്ചി നിനക്ക് മഞ്ഞുമേൽ ബോയ്സ് ഒരുക്കി തന്ന. അതെ അതെ അതിനാണ് ഇവിടെ സ്നേഹത്തിന്റെ വ്യക്തി. അതെ അതെ. നമ്മളെ ഹോട്ടലിൽ പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മൾ കാണുന്നത് ഇന്ന് കളിക്കുന്ന മാൻ സിറ്റിയുടെ ഒപ്പോണന്റ് ടീം കോപ്പൻഹാഗൻ ടീം ഫുള്ള് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇതുണ്ട് ഈ ബസ്സസ് മൊത്തം അവരുടെ ആണ്. കൊള്ളാം കേട്ടോ, നമുക്ക് കറക്റ്റ് ടൈം കിട്ടിയിട്ടുണ്ട്. അവരെ കാണാൻ പറ്റിയ ഞാൻ വീഡിയോ ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഫൈനലി നമ്മൾ സ്റ്റേഡിയത്തിൽ എത്തിയേക്കാണ്. നമുക്കിപ്പോ വെൽക്കം വെസ്റ്റ് റിസപ്ഷനിലാണ്. അപ്പൊ ഇതുവഴിയാണ് പ്ലേയേഴ്സ് മൊത്തം വരുന്നത്. ഈ ഒരു പ്ലേയേഴ്സിന് ഇതുവഴിയാണ് ഇപ്പൊ വരാൻ പോകുന്നത്. മൊത്തത്തിൽ കാണിച്ചു തരാം. ലാസ്റ്റ് ഇയറിലെ അഞ്ച് മെയിൻ കപ്പാണ് ഇവിടെ. FA കപ്പ്, ചാമ്പ്യൻസ് ലീഗ്, പ്രീമിയർ ലീഗ്, ഇത് രണ്ടെണ്ണം കൂടെ ഉണ്ട്. ഇത് യൂറോപ്യൻ. ഇതാണ് FA കപ്പിന്റെ നടന്ന് വന്നിട്ടുണ്ട്. എന്റെ മോനെ, അതായത് ടീം ഈ വഴിയാണ് വരുന്നത്. ടീമിന് 2-3 സെക്യൂരിറ്റീസിനെ എനിക്കറിയാം. പിന്നെ അവരുടെ അടുത്ത് ഒരു ഓപ്ഷൻ ചോദിച്ചു നോക്കാം, മേ ബി പച്ചുമോജി എന്നാണ്. ഇത്ര കിട്ടിയതിന് വലിയ ലക്കിയാണ് നമ്മൾ. ഓക്കെ, നിങ്ങൾ ഇതൊക്കെ എൻജോയ് ചെയ്യണം കേട്ടോ. എനിക്കിപ്പോൾ ഞാൻ ഫുള്ളി ഇപ്പോൾ റൊമാൻറ്റിഫിക്കേഷൻ എടുത്തിരിക്കുകയാണ്. ചെയർമാൻസ് ക്ലബിന്റെ വെൽക്കം ഏരിയ. ഇന്നിപ്പോൾ ഒരു പൊളിക്കണം. റാഷിക്ക് എങ്ങനെയുണ്ട്? അതിന്റെ ബ്രോഷേഴ്സ് അവര് ബ്രോഷേഴ്സ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. We are so excited. We came from Abu Dhabi on the way. Yeah. അമ്മനെ ഞങ്ങൾ ഒപ്പം വഴിയിൽ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. ചെരുപ്പ് പൊട്ടി പോയപ്പോഴത്തേക്കും ഒരു ചെരുപ്പ് അതായത് റോഡ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ഞെരുക്കത്തിൽ ഞാൻ നിന്നുണ്ട് ട്രാഫിക് പോലെ ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ട് നിന്നപ്പോൾ കുറെ ആൾക്കാർ വണ്ടി നിർത്തിയിട്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് കൂട്ടത്തിൽ ആരോ ചെരുപ്പ് ഒരു ചാൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കയ്യെ പിടിച്ച് ചെരുപ്പ് മാറ്റെടുത്ത് അന്ന് റോഡ് ക്രോസ് ചെയ്തപ്പോ കൈ പിടിച്ച ഞാൻ ഇന്നും കൈവിടാതെ സൂക്ഷിക്കുന്നു. ഒരു ചെരുപ്പ് ഒരു പെണ്ണിനെ തരുമെന്ന് ആദ്യമായിട്ട് എന്തൊക്കെ പറഞ്ഞാലും കുടുംബത്തിലെ 3 മൂത്ത മക്കളും ലവ് മാരേജ് ആണ്.
ഇവിടെ റോട്ടിൽ വെച്ചുള്ള സീൻ, അവിടെ ഹോസ്പിറ്റലിൽ വെച്ചുള്ള ഒരു സീൻ, ബേക്കറി തുടങ്ങിയപ്പോൾ ഉള്ള സീൻ, കോളേജിൽ പോകുമ്പോഴത്തേക്കുള്ള സീൻ. പക്ഷെ പൊട്ടി പളിസായി. പക്ഷെ നിന്നെ അല്ലായിരുന്നു. മിക്കവാറും വീട്ടിൽ പോയി എല്ലാരും മാറി മാറി അടിയായിരിക്കും. കാതലല്ലേ Sweet 63. ചെരുപ്പ് കാണിച്ച് എന്നെ വിളിച്ചതല്ലേ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെരുപ്പ് ചെയ്ത വേല, ഒരു ചെരുപ്പ് ചെയ്ത വേല. ഇന്നിവിടെ അടി നടക്കുക. നമ്മളിപ്പോ നേരെ പോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ എത്തിഹാദ് സ്റ്റേഡിയത്തിലെ അവരുടെ മാച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളെല്ലാം കാണിച്ചു തരുന്നതാണ്. ഓക്കെ, കരുതിയേറിയും മരുഭൂവിൽ പല പാതകൾ താണ്ടുകയല്ലേ മെല്ലെ മെല്ലെ ഒരു കാറ്റിലുമായി കലരാതെ. കളി നമ്മൾ ജയിച്ചു കായ്. നമ്മളപ്പോ 3-1 നമ്മളെ സിറ്റി ജയിച്ചിരിക്കുകയാണ്. ഒരു ഫാൻ ഗേൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു ഫാമിലി മോല മോല മേരെ മോല മോല മേരെ മോല 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 മേരെ മോല മേരെ. ഞാൻ പറഞ്ഞ നമ്മുടെ ചട്ടമ്പീസിലെ ഫാൻസ്. നിങ്ങളുടെ അംബാസഡർ ജിത്തോജാൻ എന്നെ നന്ദിയും മഞ്ഞുമൽ ബോസിന് ഫണ്ട് അയക്കാന്ന് പറഞ്ഞ അനന്തജ കണ്ട വഴി ഓടിയ കാര്യം നിങ്ങൾ അറിയുക. താങ്ക്സ് അനന്തു. താങ്ക്സ്. ബോയ്സ് പറയൂ, എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നൈസ് പടം? ഞങ്ങള് ലാസ്റ്റ് ആണ് കണ്ടത്, എല്ലാ ഹൈപ്പും കഴിഞ്ഞു. പക്ഷെ എന്നാലും ഞങ്ങള് ഒന്ന് റിവ്യൂ അങ്ങനെ ഒന്നും കാണാതെ ഞാൻ അടക്കിടക്കി വെച്ചിരുന്ന ഒരു സിനിമയായിരുന്നു. കാണണമെങ്കിൽ നല്ല രീതിയിൽ കാണണമെന്ന് തീരുമാനിച്ച ഒരു സിനിമയാണ്. എല്ലാത്തിനും ചിത്തു വേണ്ടി വന്നു. ശരി ശരി, സമയമായി 3:30 ഹോസ്റ്റലിൽ കയറാൻ സമയമായി. ബൈ ബൈ. അപ്പോ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കൊടുക്കും. പപ്പയ്ക്ക് ഇഷ്ടമായി ഇതാണ് ഇഷ്ടം. ഇത് ഒരു കുപ്പിയാണ്. കുപ്പിയിൽ ആർട്ട് ചെയ്യത്തില്ല നമ്മള്. ആ കുപ്പിയാണ് ബോട്ടിൽ ആർട്ടൊക്കെ വലിയ ഭയങ്കര ഇഷ്ടമാണ്. പപ്പ പണ്ട് ആർട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അതുകൊണ്ട് സ്ട്രോങ് ആണല്ലോ വലിയപ്പ. അതായത് ഈ സാധനം കാണുമ്പോ അണ്ണന്റെ പിക്ചർ വരച്ച ഒരു കുപ്പിയാകാനാണ് സാധ്യത. ബോട്ടിൽ ആർട്ട്. മൊത്തം ഇത് തന്നെ ആയിരിക്കും കേട്ടോ. ഇത്ര താഴ്ത്തി കളഞ്ഞ